റഹീം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ലോക രാജ്യങ്ങളിൽ കുവൈറ്റിനെ ഏറ്റവും നല്ല രാജ്യമാക്കി മാറ്റിയ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയെ വർഷങ്ങളോളം കുവൈറ്റിലെ സ്വദേശികളെയും വിദേശികളെയും സേവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു നൽകട്ടെ. അതിനായി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുക. ഇവിടെ എനിക്ക് അവാർഡ് നൽകിയ ഡോക്ടർ പി മുഹമ്മദ് അലി ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയും ജീവകാരുണ്യ രംഗത്ത് നമ്മൾക്കെല്ലാവർക്കും മാതൃകയായ കേരളത്തിൽ ജനിച്ച ഏക വ്യക്തി ഡോക്ടർ പി മുഹമ്മദ് അലി എന്ന വൻ വ്യവസായിയാണെന്ന് ഞാനിവിടെ പറയുകയാണ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് കണ്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന നമ്മുടെ വ്യവസായികളിൽ ഏറ്റവും പ്രബലനായ വ്യക്തിയാണ് ഈ വലിയ ഡോക്ടർ പി മുഹമ്മദ് അലി എന്ന നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തിന് വർഷങ്ങളോളം ജനങ്ങളെ സേവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു നൽകാൻ വേണ്ടി നമ്മളെല്ലാം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തിയാണ് ഡോക്ടർ പി മുഹമ്മദ് അലി. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇന്ന് വാങ്ങിയ ഈ അവാർഡ് ഒരു പത്മശ്രീ അവാർഡിനേക്കാൾ മികച്ചതായി ഞാൻ കാണുന്നു. അതേപോലെ ഐക്യത്തിന്റെ പ്രതീകമായി എന്റെ പ്രിയപ്പെട്ട ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന KKMA ചെയർമാൻ റെസ്പെക്ടഡ് സഹീർ സാഹിബ് ഐക്യത്തിന്റെ പ്രതീകമായി തെരഞ്ഞെടുത്തത് ഡോക്ടർ പി മുഹമ്മദ് അലി എന്ന മഹാനായ മനുഷ്യനെ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു, അതായത് ഇങ്ങനൊരാൾ ഇത്രയും നല്ല ഒരു വ്യക്തി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഐക്യത്തിന്റെ പ്രതീകമായി ഇവിടെ കൊണ്ടുവന്നതിന് എങ്ങനെ നന്ദി പറയണം ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹീർ സാഹിബിനോട് എന്ന് എനിക്കറിയില്ല. സ്നേഹം, ഐക്യം പ്രധാനം, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഭൂമിയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ കുവൈറ്റിലെത്തുന്ന കുറഞ്ഞ സമയക്കാലം മാത്രമേ നമ്മൾ ജീവിക്കുന്നു. ഈ സമയം യു ഗിവ് റെസ്പെക്ട് ആൻഡ് you give love and take love, you give respect and take respect. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സമുദായ സംഘടനകൾ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒന്നിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ഫാദർ ഒരു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനായി. എന്നോട് എന്റെ ഫാദർ പറയും, മകനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവ് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വ്യവസായിയാണ്, ഞാൻ സുന്നിയാണ്, മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, എല്ലാമാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വ്യത്യാസമില്ല. 15 വർഷം മുമ്പ് ഏറ്റവും പ്രബലനായ നേതാക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഈ സുന്നിയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി എല്ലാം ഒന്നിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നമ്മൾ പറഞ്ഞു ഒരു പ്രയോജനമില്ല. ഇവര് തമ്മിൽ ഇങ്ങനെ അടിച്ച് പിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ട് ദയവായി നമ്മൾ ഇവിടെ കൂടി ഇതിനൊരു സന്തോഷമാണ്, എന്തൊരു മനോഹരമാണ് ഇത്. ഈ വേദി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എന്തിനാണ് നമ്മുടെ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കുക. അപ്പൊ ഏറ്റവും നല്ല ഈ സംഘടനകളിൽ തമ്മിൽ ഈ ഐക്യം ഇത് മരണം വരെ മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ഇത് തുടരണം. അതായത് ഇന്നൊരു ഇവിടെ KKMA ഈ രംഗത്ത് വന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് എന്നും തുടരണം. ജമാഅത്തെ ഇസ്ലാമി, സുന്നിയും അതേപോലെ മുജാഹിദും ഒറ്റക്കെട്ടാണ്. നമ്മൾ ഒന്നാണ്, നമ്മൾ മുസ്ലിം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി
നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരായിട്ട്, നമ്മൾ ഏറ്റവും നല്ല മനസ്സനായിട്ട് തോന്നിക്കണം. മുസ്ലിങ്ങളുടെ ഐക്യം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം ഇതൊരു മാതൃകയാണ്, മുസ്ലിം സമുദായം മറ്റുള്ളവർക്ക് മാതൃകയാണ് എല്ലാവരും പറയണം. അതിനുവേണ്ടി നേതാക്കളെല്ലാം ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി അത് പറഞ്ഞു, മുജാഹിദ് അത് പറഞ്ഞു, സുന്നി അത് പറഞ്ഞു, എ പി അത് പറഞ്ഞു, ഇ കെ അത് പറഞ്ഞു പറയരുത്. നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനുണ്ട്, ഇന്ന് സോഷ്യൽ മീഡിയ, ഞാൻ 2 മണിക്കും 3 മണിക്കെല്ലാം ഓൺലൈനിലുണ്ടാവും. അപ്പോൾ എനിക്കൊരു അതായത് ഞാൻ 3 മണിക്കൂർ മാത്രം ഉറങ്ങാറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അള്ളാഹു നൽകിയ വരദാനാണ് നമ്മുടെ ആയുസ്. ഈ ആയുസ് നമുക്ക് ഉറങ്ങി തീർക്കാനല്ല, നമുക്ക് വേണ്ടതെന്താണ്? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതായത് എന്റെ കുറച്ച് ദിവസം മുമ്പ് മാനസികമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തകർക്കാൻ വേണ്ടി പലരും പോസ്റ്റ് ചെയ്തു. ഇതൊരു സൈബർ പോരാളികളെ ഇത് നിർത്തണം എന്ന് ഇപ്പൊ ഈ അവസരത്തിൽ ഞാനിവിടെ പറയുകയാണ്. എന്താ കാരണം ഞാൻ പറയാം. ഈ സോഷ്യൽ മീഡിയ തിന്മ പ്രചരിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ നന്മ പ്രചരിപ്പിക്കണം. അതായത് ഈ അസൂയയും പരദൂഷണവും, ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതിന് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അവർ ചെയ്തത്, എന്താ. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നതിന് പകരം നന്മ പ്രചരിപ്പിക്കുക പ്ലീസ്. അതാണ് എനിക്ക് ഈ ലോകത്തുള്ള ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നന്മ നിങ്ങൾ പ്രചരിപ്പിക്കും, അതാണ് എനിക്ക് പറയാൻ. പിന്നെ പാർപ്പിടം, വസ്ത്രം, 10 ദിവസത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടായാൽ അത് വലിയ ഭാഗ്യമാണ്. ഞാനിപ്പോ ഒരാഴ്ച മുമ്പ് ഞാൻ ബൈറൂട്ടിലെ സിറിയയിലെ അഭയാർത്ഥിക്കാൻ പോയി. 50,000-ൽ പരം ജനങ്ങള് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. താമസിക്കാൻ കൈമയ ടെന്റാണ്. നിങ്ങൾക്ക് ചിന്തിച്ചു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നിങ്ങൾ ലോകത്തിൽ പോയി നോക്ക്, തുർക്കിയിലെ ബോർഡറിൽ പോയി നോക്ക്, ബൈറൂട്ടിലെ ബോർഡറിൽ പോയി നോക്ക്, എത്ര വിഷമാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ് എന്ന് എല്ലാവരും പറയാം. പിന്നെ നമുക്ക് ഇപ്പോ ആവശ്യം ലോക സമാധാനം. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉള്ളത് സമാധാനമില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അതുപോലെ ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് സമാധാനമില്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് എല്ലാ രാജ്യത്തും മുസ്ലിങ്ങളിൽ പ്രയാസപ്പെടുന്നത്. എത്ര നമ്മുടെ സഹോദരന്മാരാണ് ഓരോ ദിവസവും മരിക്കുന്നത്, അത് ഒഴിവാക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അറബികളെ പോലെ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ ഓടുന്നതെല്ലാം റെഡ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട എന്റെ നേതാക്കന്മാരെ എന്താണ് പ്രചരിപ്പിക്കുന്നത്? ഒന്ന്, നമ്മൾ ഒരിക്കലും അനാവശ്യമായി വെറുതെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് എന്താണ്? ഹിന്ദുക്കളെ കൊന്നിട്ടാണ്. ഈ ഹിന്ദുക്കളെ കൊല്ലാൻ സമ്മതിക്കരുത് നമ്മുടെ നേതാക്കന്മാർ. നിങ്ങൾ ബോധവൽക്കരണം നടത്തണം. നിങ്ങൾ ഒരു കാരണവശാലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് നേതാക്കൾ മുന്നോട്ട് വരണം. നമ്മുടെ ഈ പ്രിയപ്പെട്ട നേതാക്കൾ തീർച്ചയായും മുന്നോട്ട് വരണം, ബോധവൽക്കരണം നടത്തണം. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. നമ്മൾ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ചു നിൽക്കണം. പിന്നെ മദ്യവും പുകവലിയും അതിനെതിരെ KKM മുന്നോട്ട് വരണം. ഇവിടുത്തെ നേതാക്കൾ മുന്നോട്ട് വരണം. അതിനുവേണ്ടി ഞാൻ എന്തു സഹായം എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ 2017 വരികയാണ്. 2017 വരികയാണ്. എനിക്ക് ചെറിയ കിളിയിരിക്കുന്നുണ്ട്.
ഈ ജനുവരി 1 മുതൽ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ഡയറി കൊടുക്കുന്നു. ഡയറി നിങ്ങളെല്ലാവരും ആ ഡയറി ജനുവരി 15 മുമ്പ് നിങ്ങൾ ആ ഡയറി എല്ലാവരും വാങ്ങണം. ഈ കുവൈറ്റിലെ എന്റെ പ്രിയപ്പെട്ട മലയാളികളും വാങ്ങണം. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അഭിനയിക്കുക. അതായത് നിങ്ങൾക്ക് ആർക്കും ഒരാൾക്കും ഞാൻ ഒരു ലക്ഷം കുവൈറ്റ് ദിനാറുള്ള ചെറിയ വരുമാനം ഉണ്ടായിക്കോളൂ. എന്റെ നെറ്റ് പ്രോഫിറ്റ് 1 ലക്ഷം കുവൈറ്റ് ദിനാറാണ്. അല്ല, ഞാൻ 60 ഒമാനിയറിന് വന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ 60 കുവൈറ്റ് ദിനാർ വന്നു. ഇപ്പൊ 1 ലക്ഷം കുവൈറ്റ് ദിനാർ കിട്ടി. അല്ല, അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹുടെ എങ്ങനെയാണ് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലിക്കാരാകുമ്പോൾ കൂടുതൽ ആളുകൾ സഹായിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. നല്ല വാക്കുകൾ ഇല്ലെങ്കിൽ ഒരു പുഞ്ചിരി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരിക്കലും സംസാരിക്കുക. നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരെ ജീവിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി, മലയാളികൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം 38 വർഷം, എനിക്ക് 61 വയസ്സാണ്. 38 വർഷം മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചക്കയിൽ കൂടി ഇന്ന് എന്താണ് നമ്മുടെ ആദ്യ സന്തോഷം? അത് എന്തുകൊണ്ടുണ്ടായത്? ഈ സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ നേതാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അന്നം തരുന്ന ഈ നാടിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി ഈ നാട്ടിൽ നമ്മൾ മറ്റുള്ളവർക്ക് കേരളക്കാർ എന്തൊരു നല്ല മനുഷ്യരാണ് മറ്റുള്ളവർക്ക് പറയിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഡയറിയിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന നന്മ, ഒരു നല്ല വാക്ക്, ആ ഡയറിയുമായി 2017 ഡിസംബർ 15 മുതൽ 30 വരെ ഞാൻ ഫർവാനിയ ഓഫീസിലുണ്ടാവും. എന്റെ ഞാനിവിടെ സാൽമിയയിലും ജെറയിലും മെഡിക്കൽ സെന്റർ തുടങ്ങുന്നുണ്ട്. അപ്പൊ സാൽമിയ അതിനെ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ ഞാൻ ഇരിക്കുന്ന 2017 ഡിസംബർ 15 മുതൽ 30 വരെ നിങ്ങൾ ആ ഡയറി വാങ്ങിക്കുക. ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് ആരാണ്? ആ ഡയറി. അവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് ആരാണ്? അവർക്ക് 1 കോടി രൂപ ജനുവരി 2018 ജനുവരി 1 ഞാൻ വിതരണം ചെയ്തു. എനിക്കിവിടെ പ്രസംഗിക്കാൻ വെറും 15 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അത് ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ലോക നേതാക്കന്മാർ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഞാനൊക്കെ തന്നെ ചെറിയ എളിയ ഒരു വ്യവസായിയാണ്. ഒന്നും എനിക്ക് കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരെത്രയോ വലിയ ആളുകളാണ്, എത്ര വലിയ മനസ്സംഘടനകളാണ്. ഇവരെ മുമ്പിൽ ഞാൻ ഇത്രയും സമയം പറഞ്ഞതിന് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാനൊരു വിനയാണ്. അതുകൊണ്ട് എനിക്ക് സമയം തന്നത് ഓക്കെ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു സമയം കഴിയുമ്പോൾ പറയണമെന്ന് പറഞ്ഞു എന്റെ ഡ്രൈവറോട്. ഓക്കെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്മയും സന്തോഷവും സൗഭാഗ്യവും നൽകുന്നുണ്ട്. ഈ ഭൂമിയിലെ എല്ലാവരും ഇന്ന് മുതൽ ഒരു നല്ല മാതൃകയായി ജീവിക്കുന്ന ഇന്ന് നിങ്ങൾ ഇവിടെ പുകവലിക്കുന്നവരെങ്കിൽ പുകവലി നിർത്തണം. അതുപോലെ മദ്യപിക്കുന്നവർ ഇന്ന് നിർത്തണം. 2017 നമുക്ക് ഏറ്റവും നല്ല വർഷമായി തീർക്കണം. ഏറ്റവും നല്ല, അതായത് ഈ ഭൂമിയിൽ നമ്മൾ 2017 മുതൽ നമ്മൾ നാളെ മരിക്കുമെന്ന് തോന്നി ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുക. ലോകത്തിൽ മുഴുവൻ സന്തോഷവും സൗഭാഗ്യവും നന്മയും മാത്രം നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ലോകത്തുള്ള മുസ്ലിങ്ങൾക്കും മറ്റുള്ള മത വിഭാഗങ്ങൾക്കും ദൈവം നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. എല്ലാവർക്കും ജയ് ഹിന്ദ്, ജയ് കുവൈറ്റ്, അസ്സലാമു അലൈക്കും.